സുധാകരനെ മാറ്റി സണ്ണിയെ KPCCയുടെ കസേരയിൽ പിടിച്ചിരുത്തുമ്പോൾ നേതൃത്വത്തിനുണ്ടായിരുന്ന ഒരേ ഒരു ആശ്വാസം സണ്ണി ഒരു അപ്പാവിയാണ് എന്നുള്ളത് മാത്രമായിരുന്നു. പാവം, വായിൽ വിരലിട്ടാൽ പോലും കടിക്കില്ല എന്നൊക്കെയായിരുന്നു സണ്ണിയെ കുറിച്ച് നേതൃത്വത്തിനുണ്ടായിരുന്ന പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ വിളച്ചിലുകൾ എടുത്ത് സണ്ണിയെ വരുതിയിലാക്കുക എന്ന തന്ത്രം തന്നെയാണ് മുതിർന്ന നേതാക്കളെല്ലാം പയറ്റിയത്. എന്നാൽ അവരുടെ എല്ലാ പ്രതീക്ഷകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് കസേരയിൽ ഇരുന്ന അന്ന് തന്നെ സണ്ണി പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. KPCCയുടെ പ്രധാന കാര്യങ്ങളിൽ കൈകടത്താൻ വന്ന സുധാകരൻ നേരെയാണ് സൗമ്യനായ ഈ സിംഗം പ്രതികരിച്ചത്. തന്റെ അനുഭവജ്ഞാനം കൊണ്ടും സണ്ണിയിലുള്ള പിടിപാട് കൊണ്ടും സണ്ണിയെ ചൊറിയാൻ ചെന്നപ്പോഴാണ് നേതാവിനോട് ഇനി വിശ്രമിക്കാൻ സണ്ണി പറഞ്ഞത്. അതോടുകൂടി കാര്യങ്ങൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട് എന്നാണ് കേട്ടത്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കുക എന്നത് തീർത്തും അസാധ്യമായ കാര്യമാണ്, കോൺഗ്രസ് പാർട്ടിയിൽ പ്രത്യേകിച്ചും. മുൻകാലങ്ങളിൽ പരസ്യമായ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു എങ്കിൽ ഇപ്പോൾ പരസ്യ തമ്മിലടി കുറവാണെന്ന് മാത്രം. എന്നാൽ ഒരു വശത്ത് മുറിമുറുപ്പിന് കുറവില്ല താനും. KPCC പുനഃസംഘടനയിൽ അതിർത്തിയുമായി ഒരു വിഭാഗം നേതാക്കൾ രംഗത്ത് വന്നുവെന്നാണ് പുറത്തു വരുന്ന മാധ്യമ വാർത്തകൾ. ഇന്നലെ MP-മാരിൽ ചിലരടക്കം ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല. ഇതിലേക്ക് നയിച്ചത് ഇപ്പോൾ പുറത്തു വരുന്ന തീരുമാനത്തിലെ അതിർത്തിയാണെന്നാണ് റിപ്പോർട്ടുകൾ. കൂടിയാലോചനയില്ലാതെ UDF കൺവീനറെ മാറ്റിയെന്നാണ് ചില നേതാക്കളുടെ വിമർശനം. KC വേണുഗോപാൽ ഇഷ്ടക്കാരെ ഭാരവാഹികളാക്കിയെന്നും പരാതിയുണ്ട്. അതേസമയം ഇത്തരം പരാതികളൊന്നും ഗൗനിക്കാതെ മുന്നോട്ട് പോകാനാണ് ഹൈക്കമാൻഡ് നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്ന കാര്യം. പുതുതായി നിയമിതരായ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തെ ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ എന്നിവരുമായി പുതിയ ടീം ചർച്ച നടത്തും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ, UDF കൺവീനർ അടൂർ പ്രകാശ്, മുൻ KPCC പ്രസിഡന്റുമാർ, കേരളത്തിൽ നിന്നുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്കാണ് ക്ഷണം. വ്യക്തി കേന്ദ്രീകൃത നേതൃത്വം എന്നതിനേക്കാൾ ഉപരി ഒരു ടീം എന്ന നിലയിലാണ് ഹൈക്കമാൻഡ് പുതിയ നേതൃത്വ സംവിധാനം വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായി KPCC വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി തലങ്ങളിലും മാറ്റങ്ങൾ വന്നേക്കാം. മുഴുവൻ ഭാരവാഹികളെയും മാറ്റുമോ അതോ കുറച്ചുപേരെ മാത്രം മാറ്റി ഭാഗിക പുനഃസംഘടനയാണോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത കൈവന്നിട്ടില്ല. വർക്കിംഗ് പ്രസിഡന്റായി ഒരു വർഷം തികയുന്നതിന് മുൻപ് TN പ്രതാപനെ മാറ്റിയ സ്ഥിതിക്ക് സമ്പൂർണ്ണ പുനഃസംഘടനയാവും ഉദ്ദേശിക്കുകയെന്ന് കരുതുന്നുണ്ട്. നിലവിൽ 32 ജനറൽ സെക്രട്ടറിമാരും 4 വൈസ് പ്രസിഡന്റുമാരും KPCCക്കുണ്ട്. തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് കൂടുതൽ ഭാരവാഹികളെ നിയമിക്കാനും സാധ്യതയുണ്ട്. ട്രഷറർ സ്ഥാനത്തും ഒഴിവുകളുണ്ട്. പുനഃസംഘടനയ്ക്കുള്ള ഒരു ബ്ലൂ പ്രിന്റ് സംസ്ഥാന നേതൃത്വത്തിന്റെ മനസ്സിലുണ്ട്. അതിന് AICCയുടെ അംഗീകാരം വാങ്ങി മുന്നോട്ട് നീങ്ങാനാണ് സാധ്യത. DCC പ്രസിഡന്റുമാരിലും ഉടനടി മാറ്റത്തിനാണ് സാധ്യത. ഇവരുടെ പ്രവർത്തനം സംബന്ധിച്ച റിപ്പോർട്ട് AICCയുടെ മേശപ്പുറത്തുണ്ട്.